അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1279, സൂറത്തു തൗബ 12 മുതൽ 16 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. وَإِنْ نَكَثُوا أَيْمَانَهُمْ مِنْ بَعْدِ عَهْدِهِمْ وطعنوا في دينكم فقاتلوا أئمة الكفر إنهم لا أيمان لهم لعلهم ينتهون. ألا تقاتلون قوما نكثوا أيمانهم وهموا بإخراج الرسول وهم بدؤوكم أول مرة أتخشونهم فالله أحق أن تخشوه إن كنتم مؤمنين. قاتلوهم يعذبهم الله بأيديكم ويخزهم وينصركم عليهم ويشف صدور قوم مؤمنين ويذهب غيظ قلوبهم ويتوب الله على من يشاء والله عليم حكيم. أم حسبتم أن تتركوا ولما يعلم الله الذين جاهدوا منكم ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجة والله خبير بما تعملون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. وإن نكثوا أيمانهم, അവരുടെ കരാറുകളെ സത്യങ്ങളെ ലംഘിക്കുകയാണെങ്കിൽ, മിൻബഅദി അഹദിഹിം, അവർ കരാർ ചെയ്തതിനു ശേഷം ആ പ്രതിജ്ഞകളെ അവർ ലംഘിക്കുകയാണെങ്കിൽ, വതഅനൂ ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തെക്കുറിച്ച് അവർ ആക്ഷേപപരമായി സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫഖാതിലു അഇമ്മത്തൽ കുഫ്രി, സത്യനിഷേധത്തിന്റെ ലീഡേഴ്സിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇന്നഹും ലാ ഐമാന ലഹും, കാരണം അവർക്ക് യാതൊരു കരാറും നിലനിൽക്കുന്നില്ല. ലഅല്ലഹും യൻതഹൂൻ, ഈ പ്രവർത്തനത്തിൽ നിന്ന് അവർ വിരമിക്കാൻ വേണ്ടി. അലാ തുഖാതിലൂന ഖൗമൻ, ഒരു വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലയോ. നകസു ഐമാനഹും, അവരുടെ കരാറുകളെ അവർ ലംഘിച്ചിരിക്കുന്നു, അങ്ങനെയുള്ള വിഭാഗത്തോട് യുദ്ധം ചെയ്യുന്നില്ലയോ. വഹമ്മൂ ബി ഇഖ്റാജിർ റസൂലി, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുറത്താക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. വഹും ബദഊക്കും അവ്വല മറ, അവരാണ് ആദ്യമായി യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലയോ. അതഖ്ശൗനഹും, നിങ്ങൾ അവരെ ഭയപ്പെടുകയാണോ. എന്നാൽ ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹു, നിങ്ങൾക്ക് ഭയപ്പെടാൻ ഏറ്റവും അർഹൻ അല്ലാഹു ആകുന്നു. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. കൈഫ യകൂനു ലിൽ മുശ്രിക്കീന, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ ഭയപ്പെടാൻ ഏറ്റവും അർഹർ അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്നു. ഖാതിലൂഹും, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും, നിങ്ങളുടെ കൈയിലൂടെ അല്ലാഹു തആല അവരെ ശിക്ഷിക്കും. വയുഖ്സിഹിം, അവരെ അവൻ മാനം കെടുത്തുകയും ചെയ്യും. വയൻസുർക്കും അലൈഹിം, അവർക്കെതിരിൽ നിങ്ങളെ അവൻ സഹായിക്കുകയും ചെയ്യും. വയസ്ഫി സുദൂറ ഖൗമി മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് അവൻ ശമനം നൽകുകയും ചെയ്യും. വയുദ്ഹിബു ഗൈള ഖുലൂബിഹിം, ആ സത്യവിശ്വാസികളുടെ ഹൃദയത്തിന്റെ ഈർഷ്യത അല്ലാഹു പോക്കിക്കളയുകയും ചെയ്യും. വയതൂബുല്ലാഹു അലാ മൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവരുടെ മേലിൽ അവൻ പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു തആല അടിമകളുടെ മനസ്സറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാകുന്നു. അം ഹസിബത്തും, നിങ്ങൾ ധരിച്ചുവോ, അൻതുത്തറക്കൂ, നിങ്ങൾ വെറുതെ ഉപേക്ഷിക്കപ്പെടുമെന്ന്.
വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും, നിങ്ങളിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാരാണെന്ന് അള്ളാഹു അറിയാതെ നിങ്ങളെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലം യത്തഖിദൂ മിൻ ദൂനില്ലാഹി വലാ റസൂലിഹി വലൽ മുഅ്മിനീന വലീജ, യുദ്ധം ചെയ്യുകയും അള്ളാഹുവിന് പുറമേയും അവന്റെ റസൂലിന് പുറമേയും സത്യവിശ്വാസികൾക്ക് പുറമേയും ഒരു രഹസ്യ കൂട്ടുകാരനെ ആക്കുകയും ചെയ്തിട്ടില്ല എന്ന് ഒരാളെക്കുറിച്ച് അള്ളാഹു അറിയുന്നത് വരെ അവനെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി അറിയുന്നവനാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആ പ്രധാനപ്പെട്ട വിഷയം, കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളോട് നിങ്ങൾ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരും, കാരണം അവർ നിങ്ങളോട് യാതൊരു വിധത്തിലുള്ള കുടുംബ ബന്ധത്തിന്റെ ഊഷ്മളതയോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടാക്കിയിട്ടുള്ള കരാറിന്റെ മാന്യതയോ അതൊന്നും പരിഗണിക്കാതെ നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് പൂട്ടാൻ പറ്റുമോ എന്ന് നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് അത്തരക്കാരായ ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ ബാഹ്യമായ ചില പ്രഖ്യാപനങ്ങൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ സുഖിപ്പിക്കുന്ന ചില സോപ്പിടൽ വർത്തമാനങ്ങൾ കേട്ടുകൊണ്ടോ നിങ്ങൾ അവരെ വിശ്വസിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ഇവിടെ. അതിന്റെ തുടർച്ചയായിട്ട് അല്ലാഹു പറയാണ്, അത്തരം മോശമായ നിലപാട് സ്വീകരിക്കുന്ന, വാക്കിന് വ്യവസ്ഥയും അതേപോലെ തന്നെ കരാറിന് വിലയും നൽകാത്ത ആളുകൾ, അവരെ വെറുതെ വിടുന്നത് നാട്ടിൽ അരാജകത്വവും അതേപോലെ അസ്വസ്ഥതകളും പടരാനും സമൂഹം കൃത്യമായി ചീറ്റ് ചെയ്യപ്പെടാനുമുള്ള വല്ലാത്ത സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഇതാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വഇന്നകസു അയ്മാനഹും മിൻ ബഅദി അഹദിഹിം, അവർ കരാറുണ്ടാക്കിയതിനു ശേഷം ആ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള അവരുടെ സത്യവാങ്മൂലം അതിനെ അവർ നിഷേധിക്കുകയാണെങ്കിൽ, പൊളിച്ചു കളയുകയാണെങ്കിൽ, നിങ്ങളോട് യുദ്ധം ചെയ്യില്ല, നിങ്ങളുടെ സഖ്യകക്ഷികളോടും യുദ്ധം ചെയ്യില്ല, അവരുടെ സഖ്യകക്ഷികൾ നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഖ്യകക്ഷികളോടോ പൊരുതാൻ വന്നാൽ അവരെ ഞങ്ങൾ സഹായിക്കുകയില്ല, ഇതൊക്കെയായിരുന്നുവല്ലോ കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം. എങ്കിൽ ആ മർമ്മത്തിന് വിരുദ്ധമായ പ്രവർത്തനം അവർ നടത്തിയാൽ അവർ കരാർ ലംഘനം നടത്തിയവരായി. ഇതവർ നേരത്തെ ചെയ്തു വെച്ചല്ലോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്ലാമിന്റെ പക്ഷത്തുള്ള സൈന്യത്തിന്റെ സഖ്യകക്ഷിയായിരുന്ന ബനൂ ഖുസാഅ ഗോത്രം, ആ ഖുസാഅ ഗോത്രക്കാർക്കെതിരെ ഖുറൈശികളുടെ സഖ്യകക്ഷിയായിരുന്ന ബനൂ ബക്കർ ഗോത്രം എന്ത് ചെയ്തു? അവര് അക്രമം നടത്തി. ആ അക്രമത്തിന് എല്ലാ പിന്തുണയും കൊടുത്തു ഇവർ. അങ്ങനെ മക്കത്തെ മുശ്രിക്ക് കരാറുകളെ നൈസായി ലംഘിച്ചു. അങ്ങനെ ലംഘിച്ച ആളുകളെ നിങ്ങൾ ഒന്നും ചെയ്യാതെ, അവരോടതിന് പകരം ചോദിക്കാതെ നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കുകയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് വഇന്നകസു അയ്മാനഹും മിൻ ബഅദി അഹദിഹിം, അവർ കരാറുണ്ടാക്കിയതിനു ശേഷം ആ കരാറിന്റെ ലംഘനം അവർ നടത്തുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ വതഅലു ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തെ അവർ ആക്ഷേപിച്ച് പരിഹസിച്ച് സംസാരിക്കുകയും ചെയ്താൽ, ദീനിനെയോ അല്ലെങ്കിൽ ദീനിന്റെ ചിഹ്നങ്ങളെയോ ദീനിന്റെ ലീഡേഴ്സിനെയോ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അതുപോലെ സഹാബത്തിലെ മുൻനിരയിലുള്ള മഹാന്മാരെ, അവരെയൊക്കെ ചീത്ത പറയുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നത്, അത്തരക്കാരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കണ്ടു നിൽക്കാൻ ഒരിക്കലും തന്നെ ആർക്ക് പറ്റില്ല? വിശ്വാസികൾക്ക് പറ്റില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു മുൻദിർ തങ്ങൾ പറഞ്ഞതായി ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, അജ്മഅ ആമ്മത്തു അഹ്ലിൽ ഇൽമി അലാ അന്ന മൻ സബ്ബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അലൈഹിൽ ഖത്ൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത പറയുകയും അവിടുത്തെ മഹത്വത്തിന് നിരക്കാത്ത വിധത്തിൽ നബി തങ്ങളെ മത്സിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്താൽ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ അത്തരക്കാർക്കെതിരെ കടുത്ത ആക്ഷൻ എടുക്കൽ നിർബന്ധമാണ് എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മറ്റുമൊക്കെ ആ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റഹിമഹുല്ല ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. നോക്കൂ, മഹാനരായ ഇബ്നു കസീർ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഈ സത്യനിഷേധികളായ ആളുകൾ അവര് കരാറിന് ലംഘനം കാണിച്ചു.
അതോടൊപ്പം തന്നെ നിങ്ങളുടെ ദീനിനെ അവർ ആക്ഷേപിച്ചു. ഐ ആബൂഹു വന്തഖസൂഹു, ദീനിനെ കുറ്റം പറയുകയും അതിന്റെ സ്ഥാനം കുറച്ച് കാണിക്കുകയും ചെയ്തു. വമിൻ ഹാഹുന ഉഖിദ ഖത്ലു മൻ സബ്ബർ റസൂല സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി ഔ മൻ തഅന ഫീ ദീനിൽ ഇസ്ലാം ഔ ദക്കറഹു ബിതനഖുസിൻ. ഇസ്ലാമിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കുക, അതേപോലെ തന്നെ മതത്തെക്കുറിച്ച് പരിഹാസപൂർവ്വം എന്തെങ്കിലുമൊക്കെ അതിന്റെ പോളിസിയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിക്കുക തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യുന്നവരോട് യുദ്ധം ചെയ്യേണ്ടതുണ്ടെന്ന് ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് കൃത്യമായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യണമെന്ന് ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവർ ചെയ്യുകയാണെങ്കിൽ, അതായത് വൈനഖസു അയ്മാനഹും മിൻ ബഅദി അഹ്ദിഹിം, കരാറിന് ശേഷം അവർ കരാറിന് ലംഘനം കാണിക്കുകയാണ്, വതഅനു ഫീ ദീനിക്കും, നിങ്ങളുടെ മതത്തെ അവർ ആക്ഷേപിക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഫഖാത്തിലു അയിമ്മത്തൽ കുഫരി, സത്യനിഷേധത്തിന്റെ ലീഡേഴ്സിനോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അയിമ്മത്തുൽ കുഫർ, സത്യനിഷേധം അത് സജീവമാക്കി നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന അതിന്റെ നേതാക്കന്മാർ, നേതൃത്വം വഹിക്കുന്നവർ, അബൂജഹൽ, ഉത്ബത്ത്, ഷെയ്ബത്ത്, ഉമയ്യത്ത് ബിൻ ഖലഫ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം ആളുകളുടെ പേര് മുഫസ്സിറുകൾ ഇവിടെ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ ബിൻ ഹർബ് ഉൾപ്പെടെയുള്ളവരൊക്കെ ആ ഗണത്തിൽ പരിഗണിക്കപ്പെടേണ്ടവരാണെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. കാരണം എന്താ? നേതാക്കളാണ് അനുയായികൾക്ക് ആവശ്യമായിട്ടുള്ള ഡയറക്ഷൻ നൽകുന്നത്. അതുകൊണ്ട് അനുയായികൾ ഇങ്ങനെ കൊല്ലപ്പെട്ടതുകൊണ്ട് മാത്രം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അരുതായ്മകളും അനാവശ്യങ്ങളും അനീതികളും സംസാരത്തിലും പ്രവർത്തനത്തിലും കൊണ്ടുവന്നാൽ അതിന്റെ ദുരിതം ഞങ്ങൾ തന്നെ ഡയറക്ട്ലി അനുഭവിക്കേണ്ടി വരും എന്ന ഒരു ചിന്ത നേതാക്കളെ മനസ്സിലേക്ക് കടത്തിവിടുന്നതാണ് നല്ലത്. അപ്പൊ പിന്നെ അരുതായ്മകളും അക്രമങ്ങളും ഒക്കെ കുറെ നിൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. നോക്കൂ, ഇവിടെ കുഫറിന്റെ നേതാക്കന്മാർ, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ആ കുഫറിന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞ് മഹാന്മാരായ സഹാബത്തിനെ അതിന്റെ നേതാക്കളായി പരിചയപ്പെടുത്തിയിട്ടുള്ള ചില ഖവാരിജുകളെപ്പോലുള്ള ആ കടുത്ത പുത്തൻവാദികളൊക്കെ ലോകത്ത് പിന്നീട് കഴിഞ്ഞിട്ടുണ്ട്. അവരെക്കുറിച്ചൊക്കെ ഇബ്നു കസീർ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ മിസ്അബ് ഇബ്നു സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഖവാരിജുകളിൽപ്പെട്ട, അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ എതിരിൽ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഓതി ദുർവ്യാഖ്യാനം ചെയ്ത് രംഗത്ത് വന്ന കക്ഷിയാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകളുടെ അടുത്തുകൂടെ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നുപോയപ്പോൾ ആ ഖവാരിജുകളിൽപ്പെട്ട ബിദഈയായിട്ടുള്ള വൃത്തികെട്ടവൻ പറഞ്ഞു, ഹാദാ മിൻ അഇമ്മത്തിൽ കുഫ്രി, ഈ നടന്നുപോണ ആള് അവിശ്വാസത്തിന്റെ നേതാക്കന്മാരിൽപ്പെട്ട ആളാണ്. സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അയാൾ പറഞ്ഞതാണ്, ഇയാളൊക്കെ കുഫറിന്റെ നേതാക്കൾപ്പെട്ടതാണ്, അതായത് നമ്മൾ കൊന്നുകളയേണ്ടതാണ്. മുസ്ലിമീങ്ങളെ, സഹാബത്തിന് വരെ കാഫറാക്കുന്ന അരുതായ്മയായിരുന്നു, അക്രമമായിരുന്നു ഖവാരിജുകൾ ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് കേട്ട ഉടനെ എടുത്തടിച്ചതുപോലെ സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾ പറഞ്ഞു, കദബത, എടോ നീ പറഞ്ഞത് നുണയാണ്. ബൽ അന ഖാതൽതു അയിമ്മത്തൽ കുഫരി. ഇമാം ഇബ്നു മർദുവൈഹി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ല, ഞാൻ കുഫറിന്റെ നേതാവല്ല, സത്യനിഷേധത്തിന്റെ നേതാവല്ല, മറിച്ച് അന ഖാതൽതു അയിമ്മത്തൽ കുഫർ, കുഫറിന്റെ നേതാക്കളോട് യുദ്ധം ചെയ്ത വിശുദ്ധ ഖുർആന്റെ കൽപ്പന പാലിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ എന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ അറേബ്യൻ മുശ്രിക്കുകൾ കരാറുണ്ടാക്കിയിട്ട് ആ കരാറിന് ലംഘനം കാണിച്ചു. അവരുടെ വിഷയത്തിലാണ് സൂക്തം ഇറങ്ങിയതെങ്കിലും ആ സ്വഭാവം സ്വീകരിക്കുന്ന എല്ലാ കാലത്തുള്ള ചതിയന്മാർക്കും ഇതേ നിയമം തന്നെയാണ് ബാധകം എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സത്യനിഷേധത്തിന്റെ നേതാക്കളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. ഇന്നഹും ലാ ഈമാന ലഹും, കാരണം അവർക്ക് യാതൊരുവിധ കരാറും നിലനിൽക്കുന്നില്ല. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ലഅല്ലഹും യൻതഹൂൻ, അവരീ വേണ്ടാത്ത പ്രവർത്തനങ്ങളൊക്കെ നിർത്തി ശരിയായ റൂട്ടിലേക്ക് കടന്നു വന്നേക്കാം. അതുകൊണ്ട് ആ പ്രതീക്ഷയോടുകൂടെ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറയാണ്, അലാ തുഖാതിലൂന ഖൗമൻ നകസു അയ്മാനഹും, കരാറുകൾക്ക് ലംഘനം കാണിച്ചിട്ടുള്ള ഒരു വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? യുദ്ധം ചെയ്യാനുള്ള സത്യനിഷേധികളും അതേപോലെ തന്നെ കരാർ ലംഘനം നടത്തിയ ചതിയന്മാരുമായിട്ടുള്ള ആളുകളോട് യുദ്ധം ചെയ്തേ പറ്റൂ എന്നതിലേക്കുള്ള പ്രേരണയാണ് അള്ളാഹു നൽകുന്നത്. അലാ തുഖാതിലൂന ഖൗമൻ,
ഒരു വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലയോ? നഖസു അയ്മാനഹും, അവരുടെ ശപഥങ്ങളെ അഥവാ കരാറുകളെ അവർ ലംഘിച്ചിരിക്കുന്നു. വഹമ്മു ബി ഇഖ്റാജിർ റസൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അറേബ്യൻ മുശ്രിക്കുകൾ ദാറുന്നദുബത്തിൽ യോഗം ചേർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച കാര്യം വിശുദ്ധ ഖുർആൻ കൃത്യമായി സൂറത്തുൽ അംഫാലിൽ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അംഫാലിന്റെ 30-ാമത്തെ സൂക്തം, വൈദി യംകുറു ബിക്കല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അംഫാലിന്റെ 30-ാമത്തെ സൂക്തത്തിന്റെ വിശദീകരണം നമ്മൾ ഓർത്താൽ അവർ റസൂലുള്ളാഹിനെ പുറത്താക്കാൻ തീരുമാനിച്ച അതുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് പിടികിട്ടും. ഏതായാലും അങ്ങനെ തീരുമാനിച്ച ആളുകൾ അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലയോ? വഹും ബദഊകും അവ്വല മറ, അവരാവട്ടെ ആദ്യമായി നിങ്ങളോട് യുദ്ധം തുടങ്ങിയവരാണ്. അതായത് ബദർ യുദ്ധത്തിന്റെ ഘട്ടം അത് നമുക്കറിയാമല്ലോ. കച്ചവട സംഘത്തെ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ സഹായിക്കലായിരുന്നു വാസ്തവത്തിൽ അവരുടെ ഉദ്ദേശ്യം. എന്നാൽ ആ കച്ചവട സംഘം സേഫായി മക്കയിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോഴും ഇനി ഞങ്ങൾ ബദർ പോയി നന്നായിട്ട് കുടിച്ചു കൂത്താടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അനുയായികളെയും ഇല്ലായ്മ ചെയ്തല്ലാതെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല എന്ന അഹങ്കാരം പറഞ്ഞ് യുദ്ധത്തിലേക്ക് സത്യവിശ്വാസികളെ വലിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനം നടത്തിയത് ആ കുഫറിന്റെ നേതാക്കളാണ്. അതാണ് വഹും ബദഊകും അവ്വല മറ, അവരാണ് നിങ്ങളോട് ആദ്യം യുദ്ധം തുടങ്ങിയത്. അങ്ങനെയുള്ളവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നില്ലേ? എന്താണ് ഇതിന് തടസ്സം? അതഖ്ശൗനഹും, നിങ്ങൾ അവരെ ഭയപ്പെടുകയാണോ? യുദ്ധം ചെയ്താൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന് പേടി തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഫല്ലാഹു അഹഖു അൻ തഖ്ശൗഹു, നിങ്ങൾക്ക് ഭയപ്പെടാൻ ഏറ്റവും അർഹൻ അല്ലാഹു ആണ്. ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ പടച്ചോനെ ഭയപ്പെടുകയും അവന്റെ പൊരുത്തം ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലാക്കും അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എതിരിൽ എല്ലാ നിലപാടും സ്വീകരിച്ചിട്ടുള്ള കക്ഷികളുണ്ടല്ലോ, ആ കക്ഷികളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. അതിനെന്ത് അമാന്തിച്ചു നിൽക്കാൻ പാടില്ല എന്ന് യുദ്ധത്തിലുള്ള പ്രേരണയാണ് ഈ സൂക്തത്തിൽ അള്ളാഹു നൽകുന്നത്. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറഞ്ഞു, ഖാതിലൂഹും, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അങ്ങനെ നിങ്ങൾ യുദ്ധം ചെയ്താൽ യുഅദ്ദിബുഹുമുല്ലാഹു ബിഐദീകും, നിങ്ങളുടെ കൈകൾ കൊണ്ട് അല്ലാഹു തആല അവരെ ശിക്ഷിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ സഹായം ചെയ്തു തരും. ആ സഹായത്തിലൂടെ അവരെ പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളെന്ത് വേണം? നിങ്ങൾ നിർഭയം യുദ്ധത്തിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെ ശത്രുക്കളോട് നിങ്ങൾ പൊരുതണം. അല്ലാഹു തആല നിങ്ങളുടെ കൈകളിലൂടെ അവർക്ക് ശിക്ഷ നൽകും. വയുഖ്സിഹിം, അവരെ അവൻ മാനം കെടുത്തും. അതായത് വലിയ സ്വാധീനവും എല്ലാ ഭൗതിക സംവിധാനങ്ങളും അനുകൂലമായിട്ടും യുദ്ധക്കളത്തിൽ തോറ്റിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന് പറഞ്ഞ ആ ദയനീയമായ ചിത്രത്തിലേക്ക് വരെത്തുമ്പോ അതിലും വലിയ വഷളത്തരം മറ്റെന്താണ് ഉണ്ടാവുക? ആ അവസ്ഥയിൽ അള്ളാഹു അവരെ എത്തിക്കും. വയൻസുർക്കും അലൈഹിം, അവർക്കെതിരിൽ അള്ളാഹു തആല നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോ പടച്ച തമ്പുരാന്റെ സഹായം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ആത്യന്തിക വിജയം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വയസ്ഫി സുദൂറ ഖൗമിൻ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ഒരു സമൂഹത്തിന്റെ മനസ്സ് അല്ലാഹു തആല ശമിപ്പിക്കുകയും ചെയ്യും. അഥവാ ഈ യുദ്ധത്തിലൂടെ ബനൂ ബക്കർ ഗോത്രത്തിന്റെ അറ്റാക്കും അതിന് ഖുറൈശികൾ നൽകിയിട്ടുള്ള സപ്പോർട്ടും ഇത് രണ്ടും ഖുസാ ഗോത്രക്കാരെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. അവർക്കതുകൊണ്ട് വലിയ മാനസിക വ്യഥയും അതേപോലെ തന്നെ ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിരുന്നു. ആ മനസ്സിന്റെ വ്യഥക്കും വേദനക്കും ഒരു പരിഹാരമാകും അവരോടുള്ള യുദ്ധവും അവർക്കെതിരെ നിങ്ങൾ പൊരുതുന്നതും എന്നാണ് അള്ളാഹു പറയുന്നത്. ഇങ്ങനെ യുദ്ധങ്ങൾ ചെയ്യുമ്പോൾ കുറെ ഗുണങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, അള്ളാഹു തആല നിങ്ങളിലൂടെ അവർക്ക് ശിക്ഷ കൊടുക്കും. രണ്ടാമത്തത്, അവരെ അവൻ വഷളാക്കും. മൂന്നാമത്തത്, അവർക്കെതിരെ നിങ്ങൾ അള്ളാഹു സഹായിക്കും. നാലാമത്തത്, സത്യവിശ്വാസികൾക്ക് ഈ യുദ്ധം മുഖേന നല്ല പോസിറ്റീവ് എനർജി ലഭിക്കുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുകയാണ് ഇവിടെ. എന്നിട്ട് അല്ലാഹു പറയാണ്, വയുസ്ഹിബു ഗൈള ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന്റെ ദേഷ്യം, ഈർഷ്യത അത് അല്ലാഹു തആല പോക്കിക്കളയും. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ വിഷമുണ്ട്, അങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളതിൽ ആ വിഷമവും ദുഃഖവും അതിന് പരിഹാരം ഉണ്ടാവുന്നതാണ് നേരത്തെ രോഗം ശമനാക്കും പറഞ്ഞതിന്റെ അർത്ഥം. ഇനി അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അക്രമകാരികളോട് ധർമ്മരോഷം തോന്നുമല്ലോ, ആ ധർമ്മരോഷത്തിന്റേതായിട്ടുള്ള ശമനത്തിനും ഈ യുദ്ധം സഹായിക്കും. അതാണ് വയുദ്ഹിബു ഗൈള ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ള ഈർഷ്യത അത് അല്ലാഹു തആല യുദ്ധം മുഖേന പോക്കിക്കളയുകയും ചെയ്യും. നോക്കൂ, ഹൃദയത്തിലുള്ള ഈർഷ്യത, ദേഷ്യം അത് അല്ലാഹു തആല നീക്കിക്കളയുക എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത അനുഗ്രഹമാണ്. ഇവിടെ നമുക്ക് കാണാം, ഇബ്നു അസാക്കിർ എന്നവർ ഉദ്ധരിച്ചതായി ഇബ്നു കസീർ പറയുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഇതാ ഗളിബത്തു അഹദ അബിഅംസിഹ ഇതാ ഗളിബത്ത് ആയിഷ ബീവി ദേഷ്യം പിടിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയുടെ മൂക്കിങ്ങനെ പിടിക്കും. എന്നിട്ട് പറയും യാ ഉവൈസ്, ഓ കുഞ്ഞ ആയിഷ കൂലി നീ പറയൂ അല്ലാഹുമ്മ റബ്ബൻ നബിയ്യി മുഹമ്മദിൻ യഗ്ഫിർ ലി ദംബി വഅദ്ഹിബ് ഗൈള ഖൽബി വഅജിർനി മിൻ മുളില്ലാത്തിൽ ഫിതൻ. പടച്ചോനെ അല്ലാഹുമ്മ റബ്ബൻ നബിയ്യി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നാഥനായ അല്ലാഹുവേ യഗ്ഫിർ ദംബി എന്റെ ദോഷം നീ പൊറുക്കണമേ, വഅദ്ഹിബ് ഗൈള ഖൽബി എന്റെ ഹൃദയത്തിന്റെ ആ ഈർഷ്യത നീ പോക്കിക്കളയണമേ, വഅജിർനി മിൻ മുളില്ലാത്തിൽ ഫിതൻ അപകടപ്പെടുത്തുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് എന്നെ നീ സംരക്ഷിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കൂ. അപ്പൊ അല്ലാഹു തആല നിന്റെ ഹൃദയത്തിന് ദേഷ്യത്തിനൊക്കെ അടക്കം തരുമെന്ന് റസൂലുള്ളാഹി പറയാറുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് ഇത് മുഖേന യുദ്ധം മുഖേന അവരുടെ ഹൃദയത്തിന്റെ ഈർഷ്യതയും അതേപോലെ തന്നെ വെറുപ്പും അത് പോക്കിക്കളയാനും വയതൂബുല്ലാഹു അലാ മൻ യശാ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെല്ലാം അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുകയും ചെയ്യും. വല്ലാഹു അലീമുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ അറിയുന്നവനും യുക്തിയുക്തം പ്രവർത്തിക്കുന്നവനുമാണ്. അതുകൊണ്ട് ഇതൊക്കെ ആ യുദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം കൃത്യമായി നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അവന്റെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.